ഒരു ക്ലോസ്ഡ് പൈപ്പിലുള്ള മോഡ് ഓഫ് വൈബ്രേഷൻസ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒരു ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത് വൺ എൻഡ് ക്ലോസ്ഡും അതർ എൻഡ് ഓപ്പണുമായിട്ടുള്ള ഒരു പൈപ്പിനെയാണ് നമ്മൾ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത്. റെസണൻസ് കോളമൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് പൈപ്പിലുള്ള മോഡ് ഓഫ് വൈബ്രേഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഫണ്ടമെൻ്റൽ മോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്കാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ആദ്യത്തെ ആൻറ്റി നോഡ് ഈ ക്ലോസ്ഡ് സർഫസിൽ ഹിറ്റ് ചെയ്യുന്ന ആ കേസാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ആൻറ്റി നോഡിനും ഇടയ്ക്കുള്ള അകലം എന്ന് പറയുന്നത് λ/4 ആണ്. അപ്പോൾ ഇത്രയും ലെങ്ത് L ഈസ് ഈക്വൽ ടു λ/4 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ലാംഡ കണ്ടുപിടിക്കുകയാണെങ്കിൽ λ ഈസ് ഈക്വൽ ടു 4L എന്ന് കിട്ടും. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിക്ക് നമുക്ക് ν1 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ν ഈസ് ഈക്വൽ ടു V/λ ആണ്. അപ്പോൾ ലാംഡയ്ക്ക് പകരം നമുക്ക് എത്ര കൊടുക്കണം? V/λയ്ക്ക് പകരം 4L കൊടുക്കണം. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ മോഡ് അല്ലെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് V/4L ആണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഫസ്റ്റ് ഓവർടോൺ ആണ് പരിശോധിക്കേണ്ടത്. ഫസ്റ്റ് ഓവർടോൺ വരുമ്പോൾ സെക്കൻഡ് നോഡ് ഈ ക്ലോസ്ഡ് സർഫസിൽ ഹിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത്രയും ലെങ്ത് L എന്ന് പറയുന്നത് ഇതൊരു λ/4 ആണ്. ഇവിടെ ഒരു λ/4 ഉണ്ടാവും, ഇവിടെ ഒരു λ/4. അപ്പം മൊത്തം 3 λ/4 വരും. അപ്പോൾ അവിടെ നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. λ ഈസ് ഈക്വൽ ടു 4L/3 വരും. അതുപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് ഓവർടോൺ കണ്ടുപിടിക്കുക. അതിനെ നമുക്ക് ν2 എന്ന ഫ്രീക്വൻസിക്ക് വിളിച്ചാൽ നമുക്കറിയാം V/λ ആണ് ന്യൂ. ലാംഡയ്ക്ക് പകരം 4L/3. അപ്പോൾ അവിടെ 3 ഇൻറ്റു ആകും. അപ്പോൾ ഇവിടെ നോക്കുക ν2 ഈസ് ഈക്വൽ ടു V/4L ഇൻറ്റു 3 എന്ന് കിട്ടി. അപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ് V/4L ആയിരുന്നു. അപ്പോൾ അതിൻ്റെ 3 ടൈംസ് ആണ് നമുക്കിവിടെ ഫസ്റ്റ് ഓവർടോൺ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇത് തേർഡ് ഹാർമോണിക്കാണ്. അടുത്തിനി നമുക്കിതിൻ്റെ സെക്കൻഡ് ഓവർടോൺ പരിശോധിക്കാം. അപ്പോൾ സെക്കൻഡ് ഓവർടോൺ വരുമ്പോൾ മൂന്നാമത്തെ നോഡ് ഈ ക്ലോസ് സർഫസിൽ ഹിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു λ/4, ഇവിടെ ഒരു λ/4, ഒരു λ/4, ഇവിടെ ഒരു λ/4. അപ്പോൾ മൊത്തം 5 λ/4 ആണ് L എന്ന് പറയുന്ന ലെങ്ത്. അപ്പോൾ L ഈസ് ഈക്വൽ ടു 5 λ/4. അപ്പോൾ അവിടെ നമുക്ക് ലാംഡ കണ്ടുപിടിച്ചാൽ λ ഈസ് ഈക്വൽ ടു 4L/5 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ഓവർടോൺ കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് നമുക്ക് ν3 എന്ന് കൊടുക്കാം. ഫ്രീക്വൻസി നമുക്കറിയാം അത് ഈസ് ഈക്വൽ ടു V/λ ആണ്. ലാംഡയ്ക്ക് പകരം 4L/5. അപ്പോൾ അത് ഇൻറ്റു 5 ആകും. അപ്പോൾ നോക്കിയത് V/4Lൻ്റെ 5 ടൈംസ് ആയി എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ 5 ടൈംസ് ആയി. ഇവിടെ നമുക്ക് ν1 ഈസ് ടു ν2 ഈസ് ടു ν3 എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 3 5 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 1:3:5 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഇവിടെ പ്രസൻ്റ് ആയിരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ക്ലോസ്ഡ് പൈപ്പിൽ എപ്പോഴും ഓൺലി ഓഡ് ഹാർമോണിക്സ് ആർ പ്രസൻറ്റ്. അടുത്തായിട്ട് നമുക്ക് ഒരു ഓപ്പൺ പൈപ്പിലുള്ള മോഡ് ഓഫ് വൈബ്രേഷൻസ് പരിശോധിക്കാം. ഒരു ഓപ്പൺ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻഡും ഓപ്പൺ ആയിട്ടുള്ള പൈപ്പിനെയാണ് ഓപ്പൺ പൈപ്പ് എന്ന് പറയുന്നത്. ഫ്ലൂട്ടൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ പൈപ്പിലെ ഫണ്ടമെൻ്റൽ മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് രണ്ട് ആൻറ്റി നോഡുകൾ രണ്ട് എൻഡുകളിലും ഹിറ്റ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ മോഡിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ലെങ്ത് L ഈസ് ഈക്വൽ ടു നമുക്കറിയാം രണ്ട് ആൻറ്റി നോഡുകൾക്കിടയിലുള്ള അകലം λ/2 ആണ്. അപ്പോൾ L ഈസ് ഈക്വൽ ടു λ/2. അപ്പോൾ നമുക്കിവിടുന്ന് ലാംഡ കണ്ടുപിടിച്ചാൽ λ ഈസ് ഈക്വൽ ടു 2L എന്ന് ലഭിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അതിന് ν1 എന്ന് കൊടുക്കാം. നമുക്കറിയാം ν ഈസ് ഈക്വൽ ടു V/λ ആണ്. ലാംഡയ്ക്ക് പകരം 2L കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഹാർമോണിക്കാണ്. ഇനി അടുത്ത് നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഓവർടോൺ പരിശോധിക്കാം. ഫസ്റ്റ് ഓവർടോൺ വരുമ്പോൾ
നെക്സ്റ്റ് ആൻറ്റിനോഡ് വേണം ഈ ഓപ്പൺ എൻഡിൽ ഹിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 ആൻറ്റിനോഡുകൾക്കിടയിലുള്ള അകലം λ/2, അടുത്ത 2 ആൻറ്റിനോഡുകൾക്കിടയിലുള്ള അകലം λ/2. അപ്പോൾ ഇവിടെ L എന്ന് പറഞ്ഞാൽ 2 λ/2 ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് λ കണ്ടുപിടിച്ചാൽ 2L/2 എന്ന് കിട്ടും. അവിടെ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. 𝜇2 ഈസ് ഈക്വൽ ടു 𝜇2 എന്ന് കൊടുക്കാം ഫസ്റ്റ് ഓവർടോണിനെ. അപ്പോൾ ഈസ് ഈക്വൽ ടു V/λ. ലാംഡയ്ക്ക് പകരം 2L/2 കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് മോഡ് V/2L ആണ്. അപ്പോൾ അതിൻ്റെ 2 ടൈംസ് ആണ് നമുക്കിവിടെ ഫസ്റ്റ് ഓവർടോൺ കിട്ടിയത്. അപ്പോൾ ഇത് സെക്കൻഡ് ഹാർമോണിക് ആണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഓവർടോൺ പരിശോധിക്കാം. അപ്പോൾ സെക്കൻഡ് ഓവർടോൺ വരുമ്പോൾ ഇതിൻ്റെ തേർഡ് ആൻറ്റിനോഡ് വേണം ഈ എൻഡിൽ ഹിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു λ/2 ഉണ്ട്, ഇവിടെ ഒരു λ/2 ഉണ്ട്, ഇവിടെ ഒരു λ/2 ഉണ്ട്. അപ്പോൾ L എന്ന് പറയുന്ന ലെങ്ത് അവിടെ 3 λ/2 ആയിരിക്കും. അവിടെ നമ്മൾ λ കണ്ടുപിടിച്ചാൽ അവിടെ നമുക്ക് 2L/3 എന്ന് ലഭിക്കും. അപ്പോൾ ഈ സെക്കൻഡ് ഓവർടോൺ നമുക്ക് 𝜇3 എന്ന് വിളിക്കുവാണെങ്കിൽ 𝜇3 ഈസ് ഈക്വൽ ടു നമുക്കറിയാം V/λ ആണ്. ലാംഡയ്ക്ക് പകരം 2L/3 ആണ്. അപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ മോഡിൻ്റെ 3 ടൈംസ് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ തേർഡ് ഹാർമോണിക് ആണ്. അപ്പോൾ നമുക്കിവിടെ 𝜇1 ഈസ് ടു 𝜇2 ഈസ് ടു 𝜇3 കണ്ടുപിടിച്ചാൽ നമുക്ക് 1:2:3 എന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾ ഹാർമോണിക്സ് ആർ പ്രസൻ്റ് ആണ്. അപ്പോൾ ഒരു ഓപ്പൺ പൈപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഓപ്പൺ പൈപ്പിൽ മാത്രമേ എല്ലാ ഹാർമോണിക്കും പ്രസൻ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഓൾവേസ് ഓപ്പൺ പൈപ്പ് ആകാനുള്ള കാരണം. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഓപ്പൺ പൈപ്പ് അല്ലെങ്കിൽ ക്ലോസ്ഡ് പൈപ്പ് എപ്പോഴും മാറി മാറി ഓരോ വർഷങ്ങളിലും ചോദിച്ചു കാണുന്നതാണ്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധയോടെ പഠിക്കുക. ഇത് ഉറപ്പായും പരീക്ഷയ്ക്ക് വരും.